ദീപാവലി സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമാ പ്രേമികൾക്ക് ആഘോഷം തന്നെയാണ്. തമിഴ്നാട്ടിൽ പൊങ്കൽ, ദീപാവലി രണ്ട് സീസണാണ്. അതിൽ ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവർ നമുക്ക് ഓണം പോലെയാണ് ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഒരുപാട് എന്താ പറയുക, ഡ്രസ്സ് വാങ്ങുകയാലും അവർ ഒരുപാട് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെയാണ് സിനിമ. അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 22 വർഷങ്ങൾക്ക് മുമ്പുള്ള 2003 ഒരു ദീപാവലി സീസൺ അന്ന് ഇറങ്ങിയ കുറച്ച് സിനിമകളെ കുറിച്ചാണ്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇളയദളപതി വിജയും അതുപോലെ തന്നെ തല അജിത്തൊക്കെ സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് തുടങ്ങിയ ഒരു സമയം എന്ന് പറയുന്നത് 2000-2001 അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2002 എത്തിക്കഴിഞ്ഞപ്പോൾ വിജയ്ക്ക് കുറച്ച് എന്താ പറയുക വീഴ്ചകളൊക്കെ സംഭവിച്ചു. വിജയുടെ സിനിമകളൊന്നും അങ്ങനെ വിജയിക്കാത്ത ഒരു ലെവലിൽ നിൽക്കുന്നു. ആ സമയത്ത് അജിത്തിനും ഏകദേശം അതേപോലെയൊക്കെ തന്നെയായിരുന്നു. ആ സമയത്താണ് വിക്രം ഒന്നിങ്ങനെ മുൻനിരയിലേക്ക് കയറി വരുന്നത്. നമ്മൾ മുമ്പൊരു സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2003 ഒരു ഹാഫ് ഇയർലി റിപ്പോർട്ടൊക്കെ. അതിൽ രജനിക്കും മുകളിലോട്ട് വിക്രം കയറി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം ചെയ്തിരുന്നു. അത് 2002 ജെമിനിയും, അതിനുശേഷം 2003 തുടക്കം ധൂള്, അതുപോലെ തന്നെ 2003 സമ്മർ വെക്കേഷനിൽ ഇറങ്ങിയ സാമി, ഈ ഒരു സിനിമയ്ക്കായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് 2003 ദീപാവലിക്ക് കുറച്ച് സിനിമകൾ തിയേറ്ററുകളിലെത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് വിക്രമും സൂര്യയും ഒരുമിച്ച് അഭിനയിച്ച പിതാമകൻ എന്ന് പറഞ്ഞ സിനിമ. അന്ന് സൂര്യയും ഒരു കാക്ക കഴിഞ്ഞ് നിൽക്കുന്നു. കാക്ക കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് റിലീസാണ് സൂര്യയുടെ. അപ്പോൾ ബാല എന്ന് പറയുന്നത് വിക്രമിനെ തന്നെ ഒരു സ്റ്റാറാക്കി മാറ്റിയ സേതു എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ബാലയുടെ പിതാമകൻ വിക്രമും സൂര്യയും അഭിനയിക്കുന്നു. ഇപ്പുറത്ത് വിജയുടെ തിരുമല എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ അജിത്തിൻ്റെ ആഞ്ജനേയ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ആക്ഷൻ കിങ് അർജുൻ്റെ ഒട്രൻ. ഇങ്ങനെ 4 സിനിമകളാണ് ആ ദീപാവലി സീസണിൽ റിലീസ് ചെയ്തത്. അപ്പോൾ ഇതിൽ പിതാമകനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അന്ന് വിക്രമായാലും സൂര്യ ആയാലും ബാല എന്ന് പറഞ്ഞൊരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുരുസ്ഥാനീയനാണ്. അങ്ങനെ ബാലയ്ക്ക് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച്. എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഒന്നും പിന്നെ സൂര്യയും വിക്രമൊന്നും ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല. ആ സിനിമ ഇളയരാജയുടെ മ്യൂസിക് നമുക്കറിയാം, നാഷണൽ അവാർഡ് കിട്ടി. വിക്രമിന് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. കുറേ അതിൻ്റെ ഇളയരാജയ്ക്കും എന്തൊക്കെയോ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊരു കമേഴ്ഷ്യൽ സിനിമയല്ല, എന്നാൽ അത് സക്സസ് തന്നെയായിരുന്നു. പക്ഷേ അന്ന് ഞെട്ടിച്ച ഒരു വിജയം എന്ന് പറയുന്നത് വിജയുടെ തിരുമലയായിരുന്നു. അന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിജയ് കുറച്ച് പരാജയങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു സമയമാണ്. പക്ഷേ വിജയിനെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് വിജയുടെ ഒരു മാറ്റം നമുക്ക് പിന്നീട് വന്ന ഗില്ലി ആയാലും തിരുപ്പാച്ചി ആയാലും ശിവകാശി മുതലുള്ള സിനിമകളുടെ ഒരു തുടക്കം കുറിച്ചൊരു സിനിമ എന്ന് പറയുന്നത് തിരുമലയായിരുന്നു. ആ ഒരു സിനിമയിൽ വിജയുടെ അതുവരെയുള്ള ലുക്കൊക്കെ നമുക്കറിയാം, മീശം വെച്ചിട്ടുള്ള ഒരു ലുക്കാണ്. പക്ഷെ അതിൽ വിജയ് മീശയൊക്കെ ട്രിം ചെയ്ത് ചെറിയൊരു കുറ്റിത്താടി പോലെയൊക്കെ വെച്ചിട്ട്, അതായത് പിന്നീട് കുറേ വർഷം വിജയ് മെയിൻറ്റെയിൻ ചെയ്തു പോയ ഒരു ലുക്കാണ്. ആ ലുക്കിൻ്റെ തുടക്കം തിരുമല എന്നുള്ള സിനിമയാണ്. അതിലൊരു പറഞ്ഞ സാധാരണക്കാരനായിട്ടുള്ള ഒരു വിക്രം, ഒരു മെക്കാനിക്കായിട്ടുള്ള ഒരു അനാഥനാണ്, ആരും ഇല്ലാത്തൊരു കഥാപാത്രം, കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നു. അവിടെ ജ്യോതികയുടെ ഒരു കഥാപാത്രത്തെ പ്രണയിക്കുന്നതും ഇങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു കഥ. ഇത് രമണ എന്ന് പറയുന്ന സംവിധായകനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. രമണ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സിനിമയായിരുന്നു ഇത്. വിദ്യാസാഗറായിരുന്നു എൻ്റെ മ്യൂസിക്. അപ്പോൾ ഈ സിനിമ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് 2002 ഷൂട്ട് തുടങ്ങിയ സിനിമയാണ്. പക്ഷേ ഈ സിനിമ ശരിക്കും അന്ന് അവർ 2003 പൊങ്കലിന് റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അന്ന് ഇതിൻ്റെ ഷൂട്ട് കാര്യങ്ങൾ തീരാത്തതുകൊണ്ട് അത് ഡിലേ ആയി. അപ്പോൾ പൊങ്കലിന് വിജയുടെ വസീകര എന്ന് പറഞ്ഞ ഓൾറെഡി ഒരു സിനിമ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇറക്കാനായിരുന്നു. പക്ഷേ വസീകര മാത്രമാണ് ഇറങ്ങി. പക്ഷേ വസീകര വന്ന് അത്ര വലിയ വിജയമല്ലായിരുന്നു. ഒരു കണക്കിന് അതൊക്കെ നന്നായി എന്നുള്ളത് പിന്നീട് തോന്നിയിട്ടുണ്ട് എനിക്കൊക്കെ. കാരണം വസീകര കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ തിരുമല എത്തിക്കഴിഞ്ഞപ്പോൾ വിജയുടെ വേറൊരു തരത്തിലുള്ള ഒരു ലുക്ക് വരുന്നു, വേറെ തരത്തിലുള്ള ടൈപ്പ് ഓഫ് സിനിമ വരുന്നു. അപ്പോൾ അതിൽ ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം കൂടിയിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. ആ സിനിമയുടെ ഒരു വിജയത്തോടു കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ വിജയ്ക്ക് അതൊരു എന്താ പറയുക, പിന്നെ ഒരു വെച്ചടി കയറ്റം തന്നെയായിരുന്നു വിജയ്ക്ക്. അപ്പോൾ ഇതിൽ മനോജ് കെ ജയൻ അഭിനയിച്ചിട്ടുണ്ട്. മനോജ് കെ ജയൻ ആ സമയത്ത് ധൂൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു ഗംഭീരമായിട്ട് റോൾ ചെയ്ത ശേഷമാണ് ഇതിലൊരു വില്ലൻ ഒരു ക്യാരക്ടറാണ്. വില്ലൻ അവസാനം ഒരു പോസിറ്റീവ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. സിനിമ കണ്ടവർക്കറിയാം. ജ്യോതിക ധൂൾ എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ജ്യോതികയും ഒരു ടോപ്പ് ലെവലിൽ, ജ്യോതിയുടെ കരിയറിൽ ഏറ്റവും വലിയൊരു ഹിറ്റായിരുന്നു ധൂൾ എന്ന് പറയുന്ന സിനിമ. ധൂൾ കഴിഞ്ഞിട്ട് തിരുമലയും വരുന്നു. തിരുമലയും ജ്യോതിക്ക് ഈ ഖുഷിക്ക് ശേഷമാണ് ഇവർ തമ്മിൽ വീണ്ടും വിജയും ജ്യോതിയും ഒന്നിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു സിനിമ. അന്ന് ദീപാവലി വിന്നറായത്
തിരുമലയായിരുന്നു. ഈ സമയത്ത് അപ്പുറത്ത് നേരത്തെ ആക്ഷൻ കിങ് അർജുൻ്റെ സിനിമ പറഞ്ഞു. അപ്പോൾ അർജുൻ്റെ സിനിമകൾക്ക് അന്ന് അതിൻ്റെതായ ഒരു ഓഡിയൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കുറച്ച് ഉൾഗ്രാമങ്ങളിലും BC തിയേറ്റേഴ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒട്രൻ എന്ന് പറയുന്ന സിനിമ അർജുൻ്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ആക്ഷൻ സിനിമയായിരുന്നു. ആ രീതിയിൽ ആ സിനിമയും വിജയം തന്നെയാണ്. പക്ഷെ ആ ദീപാവലിക്ക് മെയിൻ പരാജയം എന്ന് പറഞ്ഞാൽ അജിത്തിൻ്റെ സിനിമയായിരുന്നു ആഞ്ജനേയ എന്ന് പറഞ്ഞ സിനിമയും അജിത്ത് മീര ജാസ്മിൻ അഭിനയിക്കുന്നത്. മീര ജാസ്മിൻ അന്ന് റൺ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കഴിഞ്ഞൊരു ടോപ്പ് ഹീറോയിൻ ആ ഒരു ലെവലിലോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അജിത്ത് പോലീസ് വേഷം ചെയ്ത് ആദ്യത്തെ പോലീസ് വേഷം, പിന്നീട് അജിത്ത് കുറച്ച് പോലീസ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അജിത്തിൻ്റെ ആദ്യത്തെ പോലീസ് വേഷമായിരുന്നു. പക്ഷേ ആ സിനിമ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. അങ്ങനെ അന്ന് ആ ദീപാവലി സീസണിൽ വിജയ് ഈ പറയുന്ന പോലെ അജിത്തിനെ അടിച്ച് വീഴ്ത്തി എന്ന് തന്നെ പറയാം. അപ്പോൾ വിജയ് ഫാൻസിന് ഭയങ്കര ഒരു ഹരമ കൊടുത്ത ഒരു സീസണാണ് ദീപാവലി. പിന്നെ അന്ന് വിജയെക്കാട്ടും നമുക്ക് പ്രായം കൊണ്ടല്ലെങ്കിലും താരമൂല്യം കൊണ്ട് ജൂനിയേഴ്സ് എന്ന് പറയാവുന്ന സൂര്യയും വിക്രമും അപ്പുറത്ത് പിതാമഹനോടൊപ്പം തന്നെ വിജയുടെ ഒപ്പം തന്നെ നിന്നു. അപ്പോൾ എന്തായാലും ഇന്നും നമുക്ക് ഇന്നിപ്പോൾ ദീപാവലി സീസൺ ദീപാവലി സീസൺ വരാൻ പോവുകയാണ്. എത്ര താര സിനിമകൾ വരുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അന്ന് പക്ഷേ ഇവർക്കൊക്കെ അതൊരു ആഘോഷം തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ വിജയും അജിത്തും വിക്രമും സൂര്യയും അർജുനും എല്ലാ താരങ്ങളുടെയും ആഘോഷിക്കാൻ പറ്റുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ വരിക എന്ന് പറയുന്നത് എന്താ പറയുക, ഇവർക്ക് അതൊരു ഒരു സന്തോഷം തന്നെയായിരുന്നു പ്രേക്ഷകർക്കൊക്കെ. എന്തായാലും 2003 എന്ന് പറയുന്ന ഒരു വർഷം വിജയുടെ കരിയറിലും തമിഴ് സിനിമ ബോക്സ് ഓഫീസിനൊക്കെ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചൊരു വർഷമാണ്. അതിൽ വളരെ പങ്കുവഹിച്ച ഒരു മാസമായിരുന്നു ആ ഒരു ദീപാവലി സീസൺ എന്ന് പറയുന്നത്.